ചില കാര്യങ്ങളിലൊക്കെ നീ നിന്റെ മുത്തച്ഛനും ഒരുപോലെ തന്നെയാണ്. അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞാ സഹിക്കാൻ പറ്റില്ലായിരുന്നു. നീയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ബഹുമാനം തന്നിരുന്നു. ഇപ്പൊ നീയും അമൂല്യയെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് മോനെ. നോ അതൊന്നുമില്ല മുത്തശ്ശി. ഞാൻ മുത്തശ്ശനെ പോലെയൊന്നും അല്ല. മാത്രമല്ല, അമൂല്യയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നാലും ഞാൻ ഇതേ ചെയ്യുള്ളൂ. അതും സത്യമാണ്. പക്ഷെ ആ സ്ഥാനത്ത് അമൂല്യ ആയതുകൊണ്ട് തന്നെ ഒരു പടി മുകളിൽ പോയി എന്ന് മാത്രം. ഇല്ല മുത്തശ്ശി, അതങ്ങനെയൊന്നും ഇല്ല. അതിനെന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് മോനെ? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ പെരുമാറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോനെ. എനിക്കിപ്പൊ ഇരിക്കുന്ന ഈ വേദാന്തിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോ അമൂല്യ കാരണം ഞാൻ മാറിയെന്നാണോ? രാവിലെ കൊതുക് കടിച്ച കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല. ഏതോ വലിയ രോഗത്തിന്റെ സിംറ്റായിരിക്കുന്ന തോന്നുന്നു. രാത്രിയെല്ലാം ആലോചിച്ച് വേർക്കുന്നു. പകലാണെങ്കിൽ കാട്ടു കിടന്ന് പടപടാന്ന് അടിക്കുന്നു. ഒന്ന് മിണ്ടാതെ പോടി പെണ്ണെ. ചേച്ചി ഡീപ്പായിട്ടൊരു കാര്യം ചിന്തിക്കുന്ന കണ്ടില്ലേ? നീ എന്തേ കാണിക്കുന്നേ? അത് തന്നെയാ ഞാനും എന്ത് പറ്റിയെന്നാ നോക്കുന്നേ. അല്ല, ഞാൻ പേടിപ്പിക്കാൻ നോക്കിയിട്ടും എന്നെ വഴക്കൊന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. അടിച്ചില്ല, മുടി പിടിച്ച് വലിച്ചില്ല, വേറെ ഒന്നും ചെയ്തില്ല. അതെന്താ അങ്ങനെ? നീ ഒന്ന് വെറുതെ ഇരുന്നേ. എപ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റില്ലല്ലോ. നിനക്ക് മറ്റെന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പായി. എടി മുതുക്കി, നീ എന്തായാലും പോയി ഡോക്ടറെ ഒന്ന് കാണിക്ക്. എന്തോ വലിയ പ്രശ്നമാ. ഹലോ, 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 എന്തു പറ്റി ബോസ്? അത് ഹലോ, അത് യോ എന്താ കാര്യം പറ. സ്റ്റക്കായി CD പോലെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഓ, നിനക്കാണോ ഞാൻ ഫോൺ ചെയ്തേ? സോറി, ആക്ച്വലി സുമേഷിനെയാ ഞാൻ വിളിച്ചത്. നമ്പർ മാറിയതായിരിക്കും, അറിയാതെ എന്നെ വിളിച്ചതാ. സോറി. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റോ? ആദ്യം നീ ഐ ലവ് യു എന്ന് പറയേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പെട്ടിന്ന് എഴുന്നേക്കുള്ളൂ. വെറുതെ വാശി കാണിക്കാതെ. ജോലിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. എഴുന്നേറ്റ് എവിടുന്ന്? കാലം ഒരുപാട് മാറി. വീഡിയോ കോളൊക്കെ വന്നു തുടങ്ങി. നീ ഇപ്പോഴും നോർമൽ കോളിൽ തന്നെയാണല്ലോ. നിന്നെയാണെങ്കിൽ എന്നും രാവിലെ കാണാൻ പറ്റുന്നില്ല. വീട്ടുകാരാണെങ്കിൽ കല്യാണം നടത്തി തരുന്നില്ല. ഇതുപോലെ വൃത്തികെട്ടൊരവസ്ഥ ഉണ്ടായിട്ട് അറ്റ്ലീസ്റ്റ് നിനക്കൊരു ലവ് യു പോലും പറയാൻ പറ്റില്ല. ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ പറയുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാ? എന്റെ വീട്ടിലെ വിക്കിയുടെ വീട്ടിലെ പോലെ പ്രൈവസി ഒന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ കേട്ട് വെറുതെ എന്തിനാ അതിനൊക്കെ പോകുന്നേ? ശരി വിട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഓഫീസിൽ പോകുന്നില്ല. അയ്യോ, അമ്മ ഓൾറെഡി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞു. ഞാൻ ചോദിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ നീ പറയുന്നത് ഞാനും കേൾക്കാൻ പോകുന്നില്ല. എങ്കിൽ ശരി, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ്, ഐ ലവ് യു മോളെ. ചപ്പാത്തി തീർന്നോണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാ. എന്തടി നീ ഇങ്ങനെ നോക്കി? ഒരെണ്ണം എടുത്തേ.
എന്ത് പിള്ളേരാണോ എന്തോ നോക്കിയെടുക്ക്. നാക്ക് കാണിക്കൂ. എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടറെ? അതൊക്കെ നമുക്ക് നോക്കാം. നീ ആ നാക്കൊന്ന് കാണിച്ചു. ശ്വാസം എടുത്തേ. ശ്വാസം വലിച്ചു വിട്ടേ. വരും. അങ്ങോട്ട് ഇരിക്കടോ. എന്റെ റൂമിലേക്ക് ആരും വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഈ വീട്ടിൽ എനിക്ക് ഒട്ടും പ്രൈവസി ഇല്ല. ശാരിക, ആ പ്രശ്നം ഉണ്ടായ പിന്നെ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള മാഗി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കഴിക്കും മോളെ. വേണ്ടത് പറഞ്ഞാലും വന്നോണ്ടേയിരിക്കും. വേഗം എടുത്തോണ്ട് പോകുന്നുണ്ടോ? ശാരിക, ഒരുപാട് വേണം വേണം എന്ന് വിചാരിച്ചുണ്ടായ മകളാണ് മോളെ നീ. നീ ഇങ്ങനെ ആഹാരം ഒന്നും കഴിക്കാതിരുന്ന് വാശി കാണിക്കലേ മോളെ. അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയോ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. എന്നാ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് എന്നെ കെയർ ചെയ്യുന്നത് പോലും നിങ്ങൾ പൂർണ്ണമായിട്ട് മറന്നില്ലേ. ആഹാരം കഴിച്ച് ഇതിൽ മൂലയിൽ കിടക്കട്ടെ എന്ന് കരുതി കാണും. ആരതിയുടെയും വിക്കിയുടെയും കല്യാണം എടുക്കുമ്പോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് എനിക്കറിയാം മോളെ. ഇത്രയും ദിവസം എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവാനാ? വെറുതെ ഓരോന്ന് പറഞ്ഞു എന്റെ അടുത്ത് ചായം പൂശാൻ നിക്കണ്ട. അല്ല മോളെ, വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ലാഭം കിട്ടാനാ മോളെ? നോക്ക്, നിനക്ക് വിക്കിയേക്കാൾ നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. വാശി കാണിക്കില്ലേ മോളെ, കുറച്ച് കഴിക്ക്. Will you stop it, ma'am? എനിക്ക് ആരുടെയും ഫേക്ക് ആയിട്ടുള്ള സ്നേഹം ആവശ്യമില്ല. എന്റെ മനസ്സിന്റെ വിങ്ങലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എനിക്ക് ആരുടെയും സഹായവും ആരുടെയും സിമ്പതിയും ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് നേടാനറിയാം. ഞാനത് നേടുക തന്നെ ചെയ്യും. അമ്മയൊന്ന് മുറിയിന്ന് പുറത്തു പോവോ? ഡോക്ടറെ, എന്റെ ജീവന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നിനക്കൊരു കുഴപ്പമില്ല. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. ഇല്ല ഡോക്ടറെ, ഇനി എന്താണെങ്കിലും ബ്ലഡ് ചെക്കപ്പും ECG ഒക്കെ ഒന്ന് ചെയ്തു നോക്ക്. എനിക്കെന്തോ ശരിക്കും പേടിയുണ്ട്. അല്ല, നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നേ? കൊറേ കൊതെങ്ങാനും ഉള്ളെടുത്ത് പോയായിരുന്നോ? ഇല്ല ഡോക്ടറെ, ഞാൻ അങ്ങനെ എങ്ങോട്ടും പോയില്ല. ഓഫീസ്, വീട്, അത്ര തന്നെ. പിന്നെന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? നീ നല്ല ഹെൽത്തിയാണ്. ഹെൽത്തി ആണോ എന്തോ,
എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ബോഡിയിൽ എന്തൊക്കെയോ നടക്കുന്ന പോലെ തോന്നുന്നു. നീ വ്യക്തമായി പറഞ്ഞെങ്കിലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നന്നായിട്ട് തന്നെ ഇരുന്നേ, എന്നാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എന്റെ ചിന്തയിലേക്ക് വരുമ്പോ എന്നെ തന്നെ മറക്കുന്നു. എന്റെ ബോസിന്റെ പേര് കേൾക്കുമ്പോഴേക്കും ഹാർട്ട് ടപ്പ് ടപ്പ് ഇടിക്കുന്നു. ആ സൗണ്ട് എന്റെ കാതിൽ ശരിക്കും കേൾക്കാൻ പറ്റും. ഉറപ്പായിട്ടും എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ജീവിതം എന്തായാലും പോകുന്ന എനിക്ക് ഉറപ്പായി ഡോക്ടറെ. നിന്റെ കാര്യം വലിയ തമാശയാണല്ലോ. നിനക്കൊരു കുഴപ്പമില്ല, നീ ആരോഗ്യവതിയാണ്. അയ്യോ, നിങ്ങൾക്ക് എന്റെ പ്രോബ്ലം മനസ്സിലാവുന്നില്ല. എന്റെ താഴെ 2 അനിയത്തിമാരുണ്ട് ഡോക്ടറെ. വീടിനെ കുറിച്ചുള്ള പ്രഷർ ആണെങ്കിൽ അതും ഉണ്ട് കുറെ. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ഇനി ഇതെന്തെങ്കിലും പാരമ്പര്യമാണോന്ന് എനിക്ക് സംശയമുണ്ട് ഡോക്ടറെ. നിനക്ക് BP ഒന്നുമില്ല, ഇനി ഷുഗർ കാണും. ഇല്ല ഇല്ല, അതൊന്നും ഇല്ല. പെട്ടെന്ന് ഹാർട്ടിൽ മയക്ക് വെച്ചിരിക്കുന്നത് പോലെ ഹാർട്ട് പടപടാന്ന് ഇടിക്കുന്നു, അത്രേ ഉള്ളൂ. നിനക്ക് എപ്പോഴൊക്കെയാ ഇങ്ങനത്തെ ഒരു ഫീൽ തോന്നുന്നേ? അത് എന്റെ ബോസ് ഉണ്ടല്ലോ, അയാൾ എന്റെ മുമ്പിൽ വന്നാലുടനെ, ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ അയാളുടെ പേര് കേട്ടാ മതി, അപ്പോഴേക്കും എന്റെ ഹാർട്ട് എങ്ങനെയൊക്കെയോ ഇടിക്കാൻ തുടങ്ങും. അത്രേ ഉള്ളോ? ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. എന്ത് ക്ലിയർ ആയിന്നാ? എനിക്ക് എന്തെങ്കിലും മഹാരോഗം ഉണ്ടോ ഡോക്ടറെ? ഇനി ഞാൻ എത്ര നാള് ജീവനോടെ ഇരിക്കും? അയ്യോ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എന്നാലും സാരമില്ല. ദൈവം വിളിച്ച പോയല്ലേ പറ്റൂ. അത് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ നേരത്തെ പോകാൻ ശ്രമിക്കില്ല. എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഡോക്ടർ എന്നോട് തന്നെ പറ. എല്ലാരും എന്നെ സ്ട്രോങ് ലേഡി എന്നാ വിളിക്കുന്നത്. എനിക്കതൊക്കെ സഹിക്കാൻ പറ്റും. കാം ഡൗൺ, കാം ഡൗൺ. ഇത്ര സംസാരിക്കുന്നുണ്ടല്ലോ നീ. നിനക്ക് യാതൊരു അസുഖവും ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ല, ശരീരത്തിന് ഒരു കുഴപ്പമില്ല. പ്രശ്നങ്ങളൊക്കെ നിന്റെ മനസ്സിനാ. എന്റെ മനസ്സിനോ? എന്റെ മനസ്സിന് എന്താ സംഭവിച്ചത്? നിന്റെ മനസ്സിൽ പ്രേമം കൂടിയിട്ടുണ്ട്. വേദാന്ത്, താങ്ക്സ് അമ്മേ. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതിന് മുൻപേ അമ്മയ്ക്ക് അറിയാല്ലേ. അമ്മയില്ലെങ്കിൽ ഞാൻ കുടുങ്ങിയേനെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേദാന്ത്, നിന്റെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആരെയോ കാണാൻ പോണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ അമ്മേ, അതിന്റെ ആവശ്യം എന്താ? എന്ത് ചോദ്യം ഇത്? നീ ഇത്ര പെട്ടെന്ന് മറന്നോ? ക്ലയന്റുമായിട്ട് നിനക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സൈൻ ചെയ്യാൻ അവരിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. നീ തന്നെ ഡൽഹിയിലേക്ക് ചെല്ലാന്നല്ലേ പറഞ്ഞിരുന്നത്? ഓക്കെ അമ്മേ, ഒന്ന് നിക്ക്, ഞാനൊന്ന് ഷെഡ്യൂൾ ചെക്ക് ചെയ്തിട്ട് പറയാം. വേദാന്ത്, നീ ഇത് നിന്റെ പ്രോഗ്രാം ചാർട്ടിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് നീ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത് മറന്നുപോയതായിരിക്കും. അത്രയ്ക്കും അർജന്റ് ആണോ അമ്മേ? അതെ മോനെ, ഇന്ന് തന്നെ നീ പോണം. നീ ഇന്ന് പോയാ മറ്റന്നാൾ തിരിച്ചു വരാമല്ലോ. നാളെയല്ലേ കല്യാണക്കുറിയുടെ പൂജ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. 20 വർഷം മുമ്പ് നിന്റെ അച്ഛൻ ബിസിനസ് തുടങ്ങുമ്പോൾ ഇവര് നമ്മുടെ പാർട്ട്ണറായിരുന്നു. പോയില്ലെങ്കിൽ അത് ശരിയല്ല. പ്ലീസ്. നോ ഇഷ്യൂസ് അമ്മ, ഐ വിൽ ഡു ഇറ്റ്. ബാക്കി ടിക്കറ്റ്സ് ഒക്കെ? ഓഫീസിൽ ഏതോ ഒരു പുതിയ HR വന്നിട്ടില്ലേ? സാഹിത്യ. കറക്റ്റ്. അവളോട് പറഞ്ഞ് പോകാനും വരാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് അമ്മേ. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? പ്രണയോ? നീ എല്ലായ്പ്പോഴും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എനിക്ക് നിന്നെ പറ്റി നന്നായി അറിയാം. നീ അങ്ങനെ പ്രേമത്തിലൊന്നും വീഴുന്ന പെണ്ണല്ല. ബട്ട് സ്റ്റിൽ. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഡോക്ടറെ. ഏതോ ഒരുത്തന്റെ പേര് പറഞ്ഞെന്ന് കരുതി എന്റെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് ഇടിച്ചാ അതും ഇത് തമ്മിൽ എന്താ ബന്ധം? യോ, ചിലപ്പോ ഫുഡ് കഴിച്ചതെങ്ങാനും കൂടിപ്പോയി കാണും. ചെക്കപ്പ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതായിരിക്കും. ഞാൻ വെറും ഡോക്ടർ അല്ല, വീടിനെയും വീട്ടുകാരെയും ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാ. എന്റെ മകൾക്കേ നിന്റെ പ്രായമേ ഉള്ളൂ. എനിക്ക് രോഗം മാത്രമല്ല വികാരങ്ങളും മനസ്സിലാവും. ഇതൊക്കെ ഈ പ്രായത്തിൽ നോർമലാണ്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും അപ്പൊ ഇത്
നിങ്ങൾ പറഞ്ഞ പോലെയാണോ? രോഗമായിരുന്നെങ്കിൽ അത് രോഗമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇതൊരു രോഗമല്ല. സോ ഇതൊരു അസംഷൻ മാത്രമാണ്. ഇതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ടത് നീയാണ്. അതുപോട്ടെ, നിന്റെ ബോസിന്റെ പേരെന്താന്നാ പറഞ്ഞേ? വേദാന്ത്. നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നിന്റെ ബോസ് വളരെ ലക്കി ആയിരിക്കണം. എന്നാലും എന്റെ മീനാക്ഷിയുടെ ഫോട്ടോ ഒന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. നീ എന്റെ മുത്തം. നാളെ തന്നെ ഞാൻ മീനാക്ഷിയുടെ വീട്ടിൽ പോയി അവളെ പെണ്ണ് കണ്ട് അവളുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം ഒന്ന് കൺവിൻസ് ചെയ്ത് അവളെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ മക്കളുമായിട്ട്. വെറുതെ ഇങ്ങനെ സ്വപ്നം കാണണ്ട. അവള് നാടുവിട്ടത് എന്തിനാണെന്നറിയോ? എന്താ? അവളുടെ എക്സ് സൂയിസൈഡ് ചെയ്തതിന്റെ പേരിലാ. സുമേഷിന്റെ മീനൂട്ടിക്ക് വേറൊരു ഫ്ലാഷ് ബാക്കോ? എനിക്ക് ഉറപ്പാണ് ഇത് പ്രേമമാണെന്ന്. നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടാൻ നിന്റെ ബോസ് വളരെ ലക്കിയാണ്. ഈ നാശം പിടിച്ച ഹൃദയം എന്തിനാ വേദാന്തിനെ കാണുന്ന സമയത്ത് ഇതുപോലെ ഉറക്കിടിക്കുന്നേ? അപ്പൊ ഡോക്ടർ പറഞ്ഞത് സത്യം. സ്പീക്കർ എങ്ങനെ നിന്നുപോയോ? എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. സുമേഷിന്റെ ഗിറ്റാറിന്റെ ശബ്ദവും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അമൂല്യ, സോറി അമൂല്യ, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. അത് സാരമില്ല, ഞാൻ വേറെ എന്തോ ആലോചിച്ചിരിക്കായിരുന്നു. ഇറ്റ്സ് ഓക്കെ. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു അമൂല്യ. പറയ് സാഹിത്യ. ഓഫീസ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് വഴി ഞാൻ ഡൽഹിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ കാശ് റീഫണ്ട് ചെയ്യാൻ വേണ്ടി അഡ്മിനായ നിന്റെ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. ശരി, തരും. ഇത് ആർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാ? ഞാനോർത്ത് നീ ആയിരിക്കും പോകുന്നേന്ന്. അല്ല, വേദാന്ത് സാറാ ഡൽഹിക്ക് പോകുന്നേ. ഓ ആണോ? ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ സൈൻ ചെയ്ത് തരാം. മേഡം, ഒരു മിനിറ്റ്.
നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? ഞാൻ ബോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾ എന്തിനാ ബോസിനെ മീറ്റ് ചെയ്യുന്നത്? ബോസ് തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ടല്ലോ. എന്നെ മീറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ടോ? നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും വിളിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. എല്ലാരെയും വിളിച്ചിട്ടുണ്ടോ? അതെ, നിങ്ങളും വരണം. നിങ്ങളില്ലാതെ നടക്കുവോ? അങ്ങനെയെന്ന് വെച്ചാ എന്താ? അയ്യോ, എന്റെ മനസ്സിൽ എന്തോ തോന്നി, ഞാൻ പറഞ്ഞു പോയതാ. വാ, കേറി വാ. എല്ലാരെയും എന്തിനായിരിക്കും വിളിച്ചിരിക്കുന്നേ? ഹാപ്പി ന്യൂ ഇയർ സിദ്ധാർത്ഥ്. വിഷ് യു ദ സെയിം വേദാന്ത്. ഈ ന്യൂ ഇയർ വിഷസിന്റെ കൂടെ നിങ്ങൾക്ക് നന്ദി പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതാ.